നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായ ഒരു കോവയ്ക്ക കിച്ചടിയാണ് കേട്ടോ. ദാനിയൻ്റെ വീട്ടിൽ നിന്ന് നല്ല കൊടുത്തയച്ചതാണ്. ഇഷ്ടംമാതിരി ഉണ്ട്, നല്ല ഇളമ്പ് കോവയ്ക്ക. ഞാനിങ്ങനെ കഴുകിയിട്ട് കുറച്ചെണ്ണം കഴിച്ചു കേട്ടോ. ഷുഗറിനൊക്കെ വളരെ നല്ലതാണെന്ന് എപ്പോഴും പറയും. കണ്ടോ, കുഞ്ഞീതുണ്ട്, വലുതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. കോവയ്ക്ക കിച്ചടി. അപ്പോൾ കണ്ടോ, ഞാനൊരു 10-30 കോവയ്ക്ക കുഞ്ഞിതായിരുന്നു എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിലാട്ടോ അരിഞ്ഞിരിക്കുന്നത്, വല്ലാതെ കനത്തിലല്ല, ഇങ്ങനെ നീളത്തിൽ. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകാം. ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്, നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എണ്ണയൊക്കെ എടുത്തോളൂ കേട്ടോ. കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, വട്ടത്തിൽ വേണം കരിയാം, കുഴപ്പമില്ല. ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി വല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. കുറച്ച് ഉപ്പ്, ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന്, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചാൽ എളുപ്പമുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ആയി വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരമൊക്കെ അരച്ചെടുക്കേണ്ടതുണ്ട്, അത് ചെയ്യാം. ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള പരിപാടികൾ ചെയ്യാമല്ലോ കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് കിടന്നിട്ടൊന്ന് വരികട്ടെ. അപ്പം നമ്മുടെ കിച്ചടിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക് അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൊരിയട്ടെ. ഞാനൊരു 1.5 കൈപ്പിടി നാളികേരം, ഒരു 4-5 കുഞ്ഞിയ ഉള്ളി, അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഉള്ളി എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ്. സാധാരണഗതിയിൽ ഞാൻ കിച്ചടിയിലായാലും പച്ചടിയിലായാലും ഉള്ളി ചേർക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ്. അത് കാരണം ഒരു 4-5 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഇവിടെ അതെ, കറിവേപ്പില ഞാൻ ഇതിലിട്ടിട്ട് അരയ്ക്കാറില്ല. പക്ഷേ ഒരു തവണ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ്, അത് കാരണം എടുത്തു എന്ന് മാത്രം. ഇനി 1/4 ടീസ്പൂൺ തന്നെ വേണ്ട കേട്ടോ കടുക്. അതുപോലെ തന്നെ നല്ല ജീരകം, അതായത് 1/4 ടീസ്പൂണിൻ്റെ നേർപകുതി ഞാനെടുത്ത ഈ ക്വാണ്ടിറ്റിക്ക്. ജീരകം, കടുക്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ടായാലും അടിക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് വെണ്ണ ഈ മാതിരി അരച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനൊരു ചോറ്റുപാത്രം, പഴയ ചോറ്റുപാത്രമാണ്, ആ ചോറ്റുപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ മോരുണ്ടായിരുന്നു, അതൊന്നും ഇങ്ങനെ വട്ടം കറക്കി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും വെറുതെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ, എന്നിട്ട് അതിലേക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ച്, നല്ല പാടുള്ള പാലാണ് ആക്കി വെച്ചതാണ്. കണ്ടോ, എന്ത് എളുപ്പം അറിയോ, കട്ട തൈരായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ തൈരൊക്കെ നമ്മൾ കിച്ചടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും ഉടയ്ക്കണം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിരുന്നു. അപ്പോൾ കണ്ടോ, നമ്മുടെ കോവയ്ക്ക ഒരുവിധം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ. ബാക്കിയുള്ള എണ്ണയിൽ തന്നെ നമുക്ക്, കണ്ടോ, കടുക് വറക്കണമല്ലോ, അപ്പോൾ പിന്നെ എണ്ണ ഒട്ടും വേസ്റ്റ് ആവില്ല. ആദ്യം നമുക്കിത് കോരിയെടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഞാൻ കോവയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൽ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ലോണം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മാത്രം മുളകും കറിവേപ്പിലും ഇടാം. ഇല്ലെങ്കിൽ വല്ലാതെ അങ്ങോട്ട് കരിയും ചിലപ്പോൾ. ഇതായതിനു ശേഷം നമുക്ക് ഗ്യാസ് കൊളുത്തിയതിന് ശേഷം നമുക്കിപ്പോൾ അരച്ച് വെച്ചത് അരപ്പാണ്ട് ഒഴിക്കാം കേട്ടോ. നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് കൊളുത്തട്ടെ. ഞാൻ ഗ്യാസ് കൊളുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. ശരിക്കും നമ്മുടെ ദോശയുടെയൊക്കെ ചട്നി മാതിരി ഇല്ലേ കണ്ടു കഴിഞ്ഞാൽ, ആണ്. കുറച്ച് നമ്മൾ ജീരകവും കടുകും ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ചുവന്നുള്ളി പിന്നെ ചിലപ്പോൾ നമ്മൾ ചട്നിക്ക് എടുക്കാറുണ്ടല്ലോ,
ഒന്നായി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ അരപ്പ് തിളച്ച് വരാൻ തുടങ്ങി. ഇതിലേക്കും കൂടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കോവയ്ക്കയിലല്ലേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ കോവയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വറവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ വറുത്തിട്ടില്ലേ ഞാൻ, അതിന് പകരം നിങ്ങൾക്ക് നേരിട്ട് നാളികേരം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഏറ്റവും അവസാനം വറുത്തിട്ടാലും മതി. കുറച്ചും കൂടെ വെള്ളം വേണം. നന്നായിട്ട് കോവയ്ക്കയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ നാളികേരമൊക്കെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടിച്ചു കേട്ടോ, നന്നായിട്ട് അടിച്ചിട്ടുണ്ട് നമ്മുടെ തൈര്. ആ മോര് ഒഴിക്കാം. അത്യാവശ്യം പുളിയുണ്ട്, എന്നാൽ വല്ലാതെ പുളിച്ചീരി അമ്പിയല്ല കേട്ടോ. ഇനി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ, അല്ലാതെ തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇതേപോലെ ഇങ്ങനെ അരുകുന്ന തിള വരുന്നുണ്ടെന്ന് കണ്ടാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈരല്ല, മോരാണല്ലോ, എന്നാലും നന്നായിട്ട് ചൂടുണ്ട്. ഇതിലിരുന്നിട്ട് ആയിക്കോളും. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി കരിവേപ്പിൻ്റെ ഇല താത്താം. ഞാൻ പറഞ്ഞില്ലേ കരിവേപ്പിൻ്റെ ഇല ഇഷ്ടംമാതിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ലോഭമില്ല. ഓക്കെ, നമ്മുടെ കോവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറ് വിളമ്പിയിട്ടുണ്ട്. കോവയ്ക്ക കിച്ചടി നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. അധികമുള്ള നമ്മൾ മോരൊഴിച്ചില്ലേ, അതൊക്കെ ഈ പാത്രത്തിലിരുന്നിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. നല്ല ഇളം പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു തോരൻ. ഇനി അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇത്ര എടുക്കണുള്ളൂ. ഉരുട്ടാം. എല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഉഷാറായിട്ട് നല്ല ചൂടുള്ള ചോറ് വേണം കേട്ടോ. ആ മുളകൊക്കെ ഇങ്ങനെ ഒട്ടച്ചിട്ട് കഴിക്കൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.